നമസ്കാരം. ഞാൻ രാജു, പുനർജനി ആഗ്രഹ വാർഡൻ, മാധവത്ത്, കാഞ്ഞങ്ങാട് സൗത്ത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ജറബറ എന്ന ഒരു ഫ്ലവർ പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയും, കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവർ പ്ലാന്റാണ് ഈ ജറബറ. കാരണം പല നിറത്തിലും അതുപോലെ തന്നെ പല സൈസിലായിട്ട് ഈ ജറബറ വരുന്നുണ്ട്. അതായത് നാടൻ വെറൈറ്റി ആയിട്ടും അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടും വരുന്നുണ്ട്. ഇത് വ്യത്യസ്തമായ കളറോട് കൂടി പല കളറിലും വരുന്ന ഒരു ചെടിയാണ് ഈ ജറബറ പ്ലാന്റ്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. നമ്മുടെ സൺഫ്ലവർ ഫാമിലിയിൽപ്പെട്ട ആ ഒരു ഇതിൽ വരുന്ന ഒരു ചെടി തന്നെയാണ് ജറബറ. നമുക്കിത് മണ്ണിലും അതേപോലെ പോട്ടിലും വളർത്താവുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ പല കളറുകളിലുള്ള ജറബറ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെയൊക്കെ പല നിറത്തിലുള്ള ജറബറ ഉണ്ട്. 10-12ഓളം കളറുകൾ, ചെറിയ വേരിയേഷൻസ്, കളറിൻ്റെ ചെറിയ വേരിയേഷൻസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ സൗത്ത് ആഫ്രിക്ക എന്ന് ഞാൻ പറഞ്ഞല്ലോ, സൗത്ത് ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് എല്ലാവരും ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നൊരു ചെടിയാണ് ജറബറ. നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൂ പിടിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സാധാരണയായിട്ട് ഈ ബൊക്ക അതുപോലുള്ള ഈ ഫങ്ഷനൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഫ്ലവറും കൂടിയാണ് ഈ ജറബറ. ധാരാളം ഫ്ലവർ തന്നെ വിറ്റ് പോകുന്നുണ്ട്. ഈ ചെടീനെ പോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ ഇന്ത്യയിൽ ധാരാളം ഫ്ലവറുകൾ ഇത് വിറ്റ് പോകുന്നുണ്ട്. ഈ ബൊക്ക അതുപോലുള്ള ഇന്ത്യയിൽ ഡെക്കറേഷനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്, ഫംഗ്ഷനൊക്കെ ഡെക്കറേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ധാരാളം വിറ്റ് പോകുന്ന ഒരു ചെടിയാണ്, ഫ്ലവറാണ് ജറബറ. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, ഇതിന് ലോ വാട്ടറാണ് വേണ്ടത്. ഒരുപാട് വെള്ളം വേണ്ട, വാട്ടർ ഒരുപാട് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യണം. വെള്ളം കൂടുതൽ വേണ്ട. അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ വെള്ളം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഫംഗിസൈഡ്, സാഫോ അതുപോലെ കോപ്പർ ഓക്സി ക്ലോറൈഡ് ഇടയ്ക്ക് ഒന്ന് തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും, കോപ്പർ ഓക്സി ക്ലോറൈഡ്. പിന്നെ വളം നമ്മൾ നോർമലി ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടിയൊക്കെ ഇടാവുന്നതാണ്. പിന്നെ NPK, ഇടയ്ക്കൊക്കെ NPK ഒക്കെ തളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. അതാണ് ജറബറയുടെ പ്രത്യേകത. ഇതിപ്പം നമ്മുടെ അടുത്തിപ്പം ഇതൊക്കെ പല വെറൈറ്റികളുള്ള ജറബറ ഉണ്ട്, കണ്ടില്ല? ആരും ഇഷ്ടപ്പെടുന്ന, കണ്ടാൽ ആരും വാങ്ങാൻ തോന്നുന്ന രീതിയിലുള്ള ഫ്ലവറാണ്, കണ്ടില്ല? നല്ല, ഇത് ധാരാളം വിറ്റ് പോകുന്നുണ്ട്. നമ്മുടെ നഴ്സറിയിൽ ധാരാളം വിറ്റ് പോകുന്ന ഒരു ചെടി കൂടിയാണ് ഈ ജറബറ. ഇതിൻ്റെ നാടൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ ഹൈറ്റ് വരും, അതാണ്. പക്ഷേ കൂടുതൽ കാലം എല്ലാവരും പറയുന്നത് നാടൻ വെറൈറ്റിക്ക് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട, അങ്ങനെ തന്നെ വളർന്നു വരുന്നതെന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടാകും. അതേപോലെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതും കൂടെ കുറച്ചും കൂടെ ഹൈറ്റായിട്ട് വരും. ചെടിയും കുറച്ച് ഹൈറ്റായിട്ട് കാണുന്നുണ്ട്. ഇത് കുറച്ച് അത്ര ഹൈറ്റ് വരില്ല, പൂവും അത്ര ഹൈറ്റ് വരില്ല. അതുപോലെ ചെടിയുടെ ഇലകളൊക്കെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടാണ് കാണുന്നത്. ഡാർക്ക് വെറൈറ്റിയാണ്. അപ്പം ചെടിയെ പ്രേമിക്കുന്ന എല്ലാവരും വീട്ടിൽ നട്ട് വളർത്തുക. നല്ല ഭംഗിയുണ്ട്, നല്ല സൗന്ദര്യമായിരിക്കും. വീട്ടിൻ്റെ മുമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാകും കാണാൻ. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ജറബറ നടുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിപ്പം ചട്ടിയിലുള്ളതാണ്. ഈ ചട്ടിയാണെങ്കിൽ നമ്മൾ ഈ ചട്ടി ഒന്ന് തട്ടിക്കൊടുത്ത്, ഇതിൻ്റെ മണ്ണിളക്കാതെ ആയിരിക്കണം നമ്മൾ ഇതെടുക്കേണ്ടത്. ഇതിങ്ങനെ തട്ടിക്കൊടുത്ത് മെല്ലെ തിരിച്ചെടുത്താൽ നമുക്ക് മെല്ലെ ഇത് കിട്ടും, കണ്ടല്ലേ? ഇങ്ങനെ എടുക്കണം. നമ്മളിപ്പം നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഈ മണ്ണോട് കൂടി എടുക്കണം. ഈ മണ്ണ് മാറ്റിയാൽ ചിലപ്പം ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. മണ്ണോട് കൂടി എടുത്ത് വേറെ പോട്ടിലാക്കുമ്പോൾ, നമ്മൾ പോട്ട് മിക്സ് എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പെർലറ്റ് കൂടെ, മണ്ണ് അതേപോലെ ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ വേണ്ട. ശരിക്കും പറഞ്ഞാൽ ചകിരിച്ചോറ് വേണ്ട, ഡ്രൈ സോയിലാണ് ഇതിന് വേണ്ടത്. ശരിക്കും വെള്ളം വാർന്നു പോകണം. കുറച്ച് പൂഴി കൂട്ടിയാൽ നല്ലതാണ്. ചകിരിച്ചോറ് വേണ്ട ഇതിന്. കുറച്ച് പെർലറ്റ്, അതുപോലെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതിടാം, എല്ലുപൊടി കുറച്ചിടാം. അതുപോലെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് വേപ്പിൻ പിണ്ണാക്കും പെർലറ്റും കൂടി മിക്സാക്കിയിട്ട് നമ്മൾ ഇതിൽ നട്ടു കൊടുത്താൽ മതി, നന്നായിട്ട് വരും. അങ്ങനെയാണ് ഇത് സാധാരണ ചെയ്യാറ്. ഇതിന് ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല, കാരണം വെച്ചാൽ ഇത് ഡ്രൈ ആയിട്ട് എപ്പോഴും വേണം. ഈ വെള്ളം തീർത്തും വാർന്നു പോകണം. ഈ വെള്ളത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് സാധാരണയായിട്ട് ഈ ചെടി നശിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നടേണ്ടത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചട്ടിയിൽ അല്ലെങ്കിൽ മണ്ണിൽ നടാം. ഇതുപോലെ തന്നെ കുറച്ച് ഇതുപോലെ പെർലറ്റ്, ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടി നമ്മളെ മണ്ണിൽ മിക്സാക്കിക്കൊണ്ട്
നമുക്കത് നട്ടു കൊടുത്താൽ മതി. നന്നായിട്ട് പിടിക്കുന്ന ഒരു ചെടിയാണ് ജറബറ. ഇടയ്ക്ക് സാഫും കൂടെ ഒന്ന് തളിച്ചു കൊടുക്കുക. അതായത് ഫംഗിസൈഡ് ഏതായാലും സാഫോ അല്ലെങ്കിൽ കോപ്രോക്സിക്ലോറൈഡ് ഏതായാലും ഫൈട്രാനോ ഏത് വേണമെങ്കിലും കുറച്ച് നമ്മൾ അത് ഇടയ്ക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഇതാണ് ഇതിൻ്റെ നടീൽ രീതി. ഓക്കെ.